കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഏദൻ തോട്ടവും അതിൽ മനുഷ്യനെ താമസിക്കുവാൻ കർത്താവാക്കുന്നതും അതിനോട് ബന്ധപ്പെട്ട മനുഷ്യൻ്റെ വീഴ്ചയും എല്ലാം. എങ്ങനെയാണ് ഒരാളുടെ പാപം മറ്റെല്ലാവരിലേക്കും വ്യാപിച്ചത് എന്നും എങ്ങനെയാണ് ഒരാളിൻ്റെ മരണം മറ്റെല്ലാവരെയും സ്വതന്ത്രമാക്കിയത് എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ ദീർഘനാളുകളായി നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അവകളുടെയൊക്കെ കാരണം എന്താണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും ജീവൻ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി ഒരു എപ്പിസോഡ് തന്നെ മാറ്റിവെച്ച് പഠിപ്പിക്കുവാൻ തയ്യാറായത്. കാരണം അത്തരത്തിൽ പഠിച്ചാൽ മാത്രമേ കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാകൂ. ഇല്ലെങ്കിൽ വെറുതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ടുള്ളൊരു മിഥ്യാധാരണയിൽ എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുകയും ഒടുവിൽ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാതെ നമ്മൾ നിത്യത സ്വർഗരാജ്യത്തിലെത്തുവാൻ കഴിയാത്തൊരു ഗതിയിലേക്ക് ആയിപ്പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ, ഓരോ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ നൽകുവാൻ താല്പര്യപ്പെടുന്നത്. അതിൽ ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കിയിട്ട് ഏദനിൽ ഒരു വൃക്ഷം നിർത്തിയിരുന്നതായി നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. അത് നിർത്തിയതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ് സംസാരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നും, യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. അപ്പോൾ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഏദൻ എന്ന ഇടത്തെ തോട്ടത്തിൽ മനുഷ്യനെ ആക്കുകയാണ്. ബാക്കി വിശദീകരണങ്ങൾ ഞാൻ തൽക്കാലം ഒഴിവാക്കിക്കോട്ടെ. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. 15-ാം വാക്യത്തിലെത്തുമ്പോൾ, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം കാണുന്നത്, ഏദനിൽ ദൈവം അനേക വൃക്ഷങ്ങൾ സൃഷ്ടിച്ചു. എല്ലാം മുളച്ചു വരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാം മുളച്ചു വരികയാണ്. കാരണം ഇതെല്ലാം പണ്ടുണ്ടായിരുന്നവയാണ് എന്ന് വ്യക്തമാണ്. ആ മുളച്ചു വന്ന വൃക്ഷം കൂടാതെ ഒരു ജീവന്റെ വൃക്ഷം, ഒരു നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, ഇങ്ങനെ പ്രത്യേകതകളുള്ള ചില വൃക്ഷങ്ങളെയും കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നു. അവറ്റകൾക്ക് ശേഷം ദൈവം മനുഷ്യനെ ഏദനിലാക്കി. എന്നിട്ട് മനുഷ്യന് ദൈവം ഒരു കൽപ്പന കൊടുക്കുകയാണ്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ആ വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞാൽ മരണം എന്ന വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വേർപാട് എന്നാണ്. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നത്, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം അവസാനിക്കും എന്നതാണ് അർത്ഥം. ഇനി നമുക്ക് പുറകിലേക്ക് പോകാം. ദൈവം ഇവിടെ മനുഷ്യർക്ക് ആഹാരത്തിനാവശ്യമായ സകല വൃക്ഷങ്ങളെയും നട്ട് അതിൻ്റെ ഫലം ആവശ്യം പോലെ തിന്നുകൊള്ളുവാൻ മനുഷ്യന് അനുവാദം കൊടുക്കുന്നു. തോട്ടത്തിൻ്റെ നടുവിൽ പ്രധാനപ്പെട്ട ഒരു വൃക്ഷം നിർത്തുകയാണ്. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്നാണ് ആ വൃക്ഷത്തിൻ്റെ പേര് പറയുന്നത്. ആ വൃക്ഷത്തെ നട്ടിട്ട് ദൈവം മനുഷ്യനെ കൽപ്പന അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുകയാണ്. സകല വൃക്ഷത്തിൻ്റെയും ഫലം നിനക്ക് ആവശ്യം പോലെ തിന്നാം, ഇതൊരെണ്ണം തിന്നരുത്. തിന്നാൽ ഉണ്ടാകുന്ന ഇഫക്റ്റും കർത്താവ് പറഞ്ഞു, ഇത് തിന്നാൽ നീ മരിക്കും. ഈ വൃക്ഷത്തോട് ചുറ്റിപ്പറ്റി അനേകം സംശയങ്ങൾ, അനേകം ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഒന്ന്, എന്തിനാണ് ഈ വൃക്ഷം അവിടെ നിർത്തിയത്? 2, ഇതിൻ്റെ ഫലം മനുഷ്യൻ തിന്നുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നോ അതോ അറിയില്ലായിരുന്നോ? 3, ഈ വൃക്ഷം തോട്ടത്തിൻ്റെ നടുവിൽ നടാതിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ. ഇവകളൊക്കെ വാസ്തവത്തിൽ പകുതി ശരിയുള്ള ചോദ്യങ്ങളാണ്, പകുതി ലോജിക്കും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലാകാതെ വന്നാൽ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണെന്ന് തോന്നും, പക്ഷേ
കാര്യത്തിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി മനസ്സിലായാൽ നമുക്ക് ഈ ചോദ്യങ്ങൾക്കകത്ത് കഴമ്പില്ല എന്ന് മനസ്സിലാകും. ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് ഈ വൃക്ഷം തോട്ടത്തിൻ്റെ നടുവിൽ നിർത്തിയത്? തോട്ടത്തിൻ്റെ നടുവിൽ ഈ വൃക്ഷം നിർത്തുവാൻ കാരണം, ഏത് ഭാഗത്ത് ഏത് കോണിൽ നിൽക്കുമ്പോഴും ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നണം എന്നൊരു താല്പര്യം മനുഷ്യനുണ്ടായാൽ എവിടെ നിന്ന് ഈ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് വരണമെങ്കിലും തുല്യ അകലമാണ്. അതുകൊണ്ട് മനുഷ്യൻ ഉള്ളുകൊണ്ട് ഇത് എപ്പോൾ കഴിക്കണമെന്ന് ആഗ്രഹിച്ചാലും അത് കഴിക്കുവാനുള്ള സൗകര്യം ലഭിക്കേണ്ടതിനാകാം ഈ വൃക്ഷം തോട്ടത്തിൻ്റെ നടുവിൽ നിർത്തിയത് എന്ന് ഞാൻ കരുതുന്നു. ഈ വൃക്ഷം നിർത്തുന്നത് മനുഷ്യന് തിന്നാൻ വേണ്ടി തന്നെയാണോ അതോ തിന്നാതിരിക്കാൻ വേണ്ടിയാണോ? വളരെ ശ്രദ്ധിക്കുക. ദൈവം പറഞ്ഞത് ഇതിൻ്റെ ഫലം തിന്നരുത്. അപ്പോൾ തിന്നാതിരിക്കാനാണോ ഇത് നിർത്തിയത്, തിന്നാൻ വേണ്ടിയാണോ ഇത് നിർത്തിയത്? എൻ്റെ ചിന്തയിൽ മനുഷ്യൻ തിന്നാൻ വേണ്ടി നിർത്തിയതല്ല, തിന്നാതിരിക്കാൻ തന്നെയാണ് നിർത്തിയത്. അതുകൊണ്ടാണ് ദൈവം ആ താക്കീത് സ്ട്രോങ് ആയി കൊടുക്കുന്നത്. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും എന്ന ഒരു സന്ദേശം കൊടുക്കാൻ കാരണം, ഒരിക്കലും ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടണം എന്ന ആഗ്രഹത്തിലല്ല ദൈവം ഏദനിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം നിർത്തുന്നത്. പ്രത്യുത മനുഷ്യന് എന്നെങ്കിലും ദൈവവുമായൊരു ബന്ധം വേണ്ട എന്ന് തോന്നുന്നു എങ്കിൽ ആ അവസരം അവന് വിനിയോഗിക്കുവാൻ, അവന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തി എന്ന് പറയുന്നു, ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി എന്ന പരാമർശവുമുണ്ട്. ഏതു തന്നെ ആയാലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് ദൈവത്തിൻ്റെ പാർട്ട് ഉൾപ്പെടുത്തിയിരുന്നു എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ദൈവത്തിനും മനുഷ്യനുമായി കൂട്ടായ്മയ്ക്കായിരുന്നു. ആ കൂട്ടായ്മയിൽ തുടരാൻ തന്നെയാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ മനുഷ്യൻ എന്നെങ്കിലും ആ കൂട്ടായ്മ വേണ്ട എന്ന് തോന്നുന്ന ഒരവസരമുണ്ടായാൽ മനുഷ്യന് ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകൊണ്ട് ദൈവവുമായുള്ള ബന്ധം അവന് തന്നെ വിച്ഛേദിക്കുവാനുള്ള സ്വാതന്ത്ര്യമാകാം ദൈവം കൊടുത്തിരുന്നത്. അപ്പോൾ ദൈവത്തിന് മനുഷ്യനുമായി ഇടപഴകാൻ ആഗ്രഹമുണ്ട്. മനുഷ്യനതില്ലെങ്കിൽ ഈ ബന്ധം അവസാനിപ്പിക്കണമെങ്കിൽ അതിനൊരു ചാൻസ്, അതിനൊരവസരമാണ് കർത്താവ് ഏദനിൽ തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷം നിർത്തിയിരുന്നത്. ഇനി പിന്നെയും ഒരു ചോദ്യം, ഈ വൃക്ഷം നടുക്ക് നിർത്താതിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നല്ലോ. അത് ഒരു ഭാഗം ശരിയാണ്. ഈ തോട്ടത്തിൻ്റെ നടുവിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം വച്ചതുകൊണ്ടാണ്, ചെകുത്താൻ പ്രേരിപ്പിച്ചിട്ടാണേലും സർപ്പത്തിലൂടെ മനുഷ്യൻ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നേണ്ടി വന്നതും ഇന്ന് കാണുന്ന എല്ലാ വിപത്തുകൾ അനുഭവിക്കേണ്ടി വന്നതും. പക്ഷെ അതിൻ്റെ മറുഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിലാക്കുമ്പോൾ മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെങ്കിൽ വിച്ഛേദിക്കാനുള്ള അവസരം അടക്കം ദൈവം കൊടുത്തില്ലെങ്കിൽ മനുഷ്യന് എന്ത് അധികാരമാണ് ഉണ്ട് എന്ന് നമ്മൾ അവകാശം പറയുന്നത്? ഏതെങ്കിലും ഒരു ഭാഗത്ത് മനുഷ്യന് തീരുമാനമെടുക്കാൻ കഴിയില്ലാത്ത വിധം അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ഡിസിഷനാണ് പരമാധികാരം എന്ന് വരികിൽ മനുഷ്യനെടുക്കുന്ന തീരുമാനത്തിന് പരിധിയുണ്ട് എന്ന് പറയേണ്ടി വരും. മനുഷ്യൻ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കോടതിയിലെ മുമ്പിൽ പോകേണ്ടി വരുന്നതിൻ്റെ കാരണം തന്നെ അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കുവാനാണ്. അപ്പോൾ ശരീരത്തിലിരുന്നപ്പോൾ ഏതവൻ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ, ദൈവവുമായി ബന്ധം ഉണ്ടാകണമോ അല്ലെങ്കിൽ തുടരണമോ അല്ല അത് വിച്ഛേദിക്കപ്പെടണമോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യനില്ലാതെ വന്നാൽ അത് ശരിയാവില്ല. കാരണം എങ്കിൽ മനുഷ്യൻ റോബോട്ടായി മാറുന്ന ഒരവസരമുണ്ടാകും. അതുണ്ടാകാതിരിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് ദൈവത്തിന് മനുഷ്യരോട് ഇടപഴകാൻ പൂർണ്ണ ആഗ്രഹമുണ്ട് എന്നതുപോലെ മനുഷ്യന് ദൈവത്തോട് ആഗ്രഹമുണ്ടെങ്കിൽ ബന്ധം മതി, ആഗ്രഹമില്ലെങ്കിൽ ബന്ധം വിച്ഛേദിച്ചോളാനുള്ള അവസരം കൊടുക്കുവാൻ വേണ്ടിയാണ് ആ വൃക്ഷം വെച്ചത്. ആ വൃക്ഷം ഇല്ലാതിരുന്നു എങ്കിൽ ദൈവത്തോട് താല്പര്യമില്ലാതെ ജനത്തിന് ദീർഘനാൾ ദൈവത്തിൻ്റെ കൂടെ ഒരടിമയായി കഴിയേണ്ടി വരും. ആ പ്രശ്നമില്ലാതിരിക്കാനാണ് ദൈവം ഏദനിൽ വൃക്ഷം നിർത്തുന്നത്. ഇനി നമ്മൾ അറിയേണ്ടുന്ന പരമപ്രധാനമായ കാര്യം, ഏദനിൽ ആദമും ഹവ്വയും മാത്രമുണ്ടായിരുന്നപ്പോൾ മനുഷ്യന് മുമ്പിൽ ദൈവം വച്ച സെയിം ഓപ്ഷനാണ് ഇന്നും കർത്താവ് തുടരുന്നത്. എന്ന് പറഞ്ഞാൽ ഏദനിലെ കാലത്തിലും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഈ 20-ാം നൂറ്റാണ്ടിലും ഒരേ നിയമം തന്നെയാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഏദനിൽ ഒരു വൃക്ഷം വെച്ചിട്ട് പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. മനുഷ്യനത് തിന്നു, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നു, വിച്ഛേദിക്കപ്പെടുന്നു. നമ്മളതിനെ മനുഷ്യൻ്റെ വീഴ്ച എന്ന് പറയും.
അങ്ങനെ ഒന്നാമത്തെ ആദം ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ആദമായി നിലനിൽക്കുന്നു. ആ ഏകനിലാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത്. ജനിക്കുമ്പോൾ സ്വാഭാവികമായും ദൈവത്തോട് ബന്ധമില്ലാത്തൊരവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത്. രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കുക, മറ്റൊരാദം വരികയാണ്. പൗലോസ് തന്നെ സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ ആദം, പാപം ചെയ്ത ആദം, ഒടുക്കത്തെ ആദം കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുകയാണ്. നമുക്കും ഏദനിൽ ആദമിനുണ്ടായിരുന്ന അതേ തിരഞ്ഞെടുക്കൽ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മുമ്പിൽ രണ്ടാദം നിൽക്കുകയാണ്. ഒന്ന്, ഏദനിലെ വൃക്ഷഫലം തിന്ന് ദൈവവുമായി ബന്ധം വിച്ഛേദിച്ച ആദം. രണ്ട്, അത് തെറ്റായിപ്പോയി എന്നും ആ വൃക്ഷഫലം തിന്നരുതായിരുന്നു എന്നും അത് തിന്നുപോയതിനാൽ അതിനൊരു പരിഹാരം വരുത്താൻ പിതാവായ ദൈവം അയച്ചിരിക്കുന്ന പുത്രനായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഏദനിൽ ദൈവവുമായി മനുഷ്യനുണ്ടായിരുന്ന ബന്ധം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി വച്ചിരിക്കുന്ന രണ്ടാമത്തെ ആദമായ, ഒടുക്കത്തെ ആദമായ കർത്താവായ യേശുക്രിസ്തു. ഞാൻ പറഞ്ഞതൊരല്പം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ മുമ്പിൽ രണ്ടുപേരും നിൽപ്പുണ്ട്, പഴയ ആദമും പുതിയ ആദമും, ഒന്നാമത്തെ ആദമും ഒടുക്കത്തെ ആദമും. ഇതിൽ നമ്മൾ ഒന്നാമത്തെ ആദമിലാണ് സ്വാഭാവികമായും ജനിക്കുന്നത്. കാരണം നമ്മൾ പാപത്തിലാണ് ജനിക്കുന്നത്, ദൈവവുമായി ബന്ധം ഇല്ലാതാണ് ജനിക്കുന്നത്. അതുകൊണ്ട് ദൈവവുമായി ബന്ധം ജീവിതത്തിൽ പിന്നെയും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നാം ആയിരിക്കുന്നത് പോലെ തുടരാം. അല്ല, ദൈവവുമായി ബന്ധം നമുക്ക് വേണമെങ്കിൽ ഏദനിലെ ആദം വൃക്ഷഫലം തിന്നത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുവെങ്കിൽ ഒടുവിലത്തെ ആദമായ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കണം. ഞാൻ പറഞ്ഞത് ഗ്രഹിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ ആദം, ഏദനിലെ ആദം വൃക്ഷഫലം തിന്നുകൊണ്ട് ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ദൈവവുമായി ബന്ധം തിരിച്ചു വേണ്ട എങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ ഉള്ള അതേ പാപത്തിൽ നമുക്ക് തുടരാം. അല്ല, ഒന്നാമത്തെ ആദം ചെയ്ത അനുസരണക്കേടിന് പരിഹാരം വരുത്തുവാൻ, അതിന് നീതീകരണം വരുത്തുവാൻ ഒടുവിലത്തെ ആദമായി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒന്നാമത്തെ ആദം ചെയ്ത പാപം തെറ്റായിപ്പോയി എന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനോട് കൂട്ടുനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒടുവിലത്തെ ആദമിലൂടെ നമുക്ക് നീതീകരണം പ്രാപിക്കും. ഈ ഭൂമിയിൽ നമുക്ക് വീണ്ടും ജനനം കിട്ടും എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആദം വരുത്തിവെച്ച മരണം മാറ്റി വീണ്ടും ജനനം കർത്താവ് യേശുക്രിസ്തുവിലൂടെ പിതാവിനോട് നമുക്ക് സമാധാനം കിട്ടുകയാണ്. അതാണ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കണ്ടോ, സമാധാനമുണ്ട്. നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ, നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മൾ ദൈവത്തോട് അകന്നിരുന്ന അവസ്ഥയിൽ കർത്താവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിക്കുന്നതിലൂടെ ആ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അടുക്കൽ തിരിച്ചു വരുവാനൊരു അവസരം കർത്താവ് വെച്ച് നീട്ടുന്നു. പിടികിട്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏദനിൽ ആദമിനുണ്ടായിരുന്ന സെയിം ഓപ്ഷൻ. ഏദനിൽ ആദമിന് ഒരു വൃക്ഷം നിർത്തിയിട്ട് ഇതിന്റെ ഫലം തിന്നണമോ തിന്നണ്ടയോ എന്ന് തീരുമാനിക്കാം. നമ്മുടെ മുമ്പിൽ ഒന്നാമത്തെ ആദമും ഒടുക്കത്തെ ആദമിനെ നിർത്തിയിട്ട് ഇഷ്ടമുള്ള ആദമിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നു. മാന്യ സുഹൃത്തുക്കളെ, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആരെ എന്നതിനെക്കുറിച്ച് കൃത്യം ബോധ്യം നമുക്കുണ്ടാവണം. ഒന്നാമത്തെ ആദമിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതില്ല. നമ്മൾ ജന്മനാ തന്നെ ഒന്നാമത്തെ ആദമിന്റെ ആളാണ്. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ നമ്മൾ ധരിച്ചിരിക്കുന്നു. ഒടുവിലത്തെ ആദമായ യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. മരണാനന്തര ജീവിതം, നിത്യത നമ്മൾ സ്വർഗത്തിൽ കർത്താവിനോടൊത്താണ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒന്നാമത്തെ ആദമിന്റെ തെറ്റ് തിരുത്തിയ ഒടുവിലത്തെ ആദമായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചേ മതിയാകൂ. അതാണ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് ലേഖകൻ പറയുന്നത്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. 18, അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. 19, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എത്ര മനോഹരമായിരിക്കുന്നു. ഏകന്റെ ലംഘനം നമുക്ക് പാപം വരുത്തി, ഏകന്റെ ലംഘനം നമുക്ക് അനുസരണക്കേടുണ്ടാക്കി, ഏകന്റെ ലംഘനം നമുക്ക് മരണം വിതച്ചു. ഏകന്റെ അനുസരണം നമുക്ക് പാപമോചനം കൊണ്ടുവന്നു. ഏകന്റെ അനുസരണം നമുക്ക് നീതീകരണം കൊണ്ടുവന്നു. ഏകന്റെ അനുസരണം നമുക്ക് നിത്യജീവനെ തന്നു. അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. നാം കൃപ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഒന്നാമത്തെ മനുഷ്യൻ പാപം ചെയ്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടവരായി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി എങ്കിലും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ മഹാദൈവത്തിന് കൃപ തോന്നി. ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി യാഗമാക്കുവാൻ മനസ്സ് വച്ചു.
നാം എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ, അങ്ങനെ പറയുന്നത്, തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിക്കൊണ്ട് എല്ലാവർക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ പാകത്തിന് ദൈവം ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏദനിലെ കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഏദനിൽ വൃക്ഷം നിർത്തിയതിന്റെ കാരണം മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതുകൊണ്ട് അതിലൊട്ടും കുറവില്ലാതെ മനുഷ്യനെ നിലനിർത്തേണ്ടതിനു വേണ്ടി, തിരഞ്ഞെടുക്കാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുക്കേണ്ടതിനു വേണ്ടി ഒക്കെയാണ് ദൈവം ഏദനിൽ വൃക്ഷം നിർത്തിയത്. ആ വൃക്ഷത്തിന്റെ ഫലം ഒരിക്കലും തിന്ന് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോവുക എന്നൊരു ഉദ്ദേശം കർത്താവിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ സർപ്പം ഹവ്വായെ ചതിക്കുകയാണ് ഉണ്ടായത്. സർപ്പം ഹവ്വായെ ചതിച്ചതാണെന്ന ബോധ്യമുള്ളവർക്ക് മാനസാന്തരത്തിനൊരു ഓപ്ഷൻ കർത്താവ് തരുന്നു. ചതിച്ചതല്ല, ഞങ്ങളും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളവർക്ക് പാപത്തിൽ തുടരുവാൻ ഒരു സ്വാതന്ത്ര്യവും കർത്താവ് തരുന്നു. അതാണ് നീതിമാനിനെയും തന്നെ തന്നെ നീതീകരിക്കട്ടെ, വിശുദ്ധനിനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അശുദ്ധൻ ഇനിയും അശുദ്ധി ചെയ്യട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ എന്ന് തിരുവെഴുത്ത് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാനുള്ള സർവ്വസ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ട്. മാന്യദൈവമക്കളെ, പെട്ടിയിൽ കയറുന്നത് വരെ മാത്രമാണ് ആ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ആ സ്വാതന്ത്ര്യം എല്ലാ കാലത്തും ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ രക്ഷ നമ്മൾ ഉപയോഗിച്ചു കൊള്ളുക, നിത്യജീവന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക, അക്കരയ്ക്ക് പോകുവാൻ തയ്യാറായിക്കൊള്ളുക. ഈ ഭൂമിയിൽ അധിക നാൾ നമുക്ക് വാസമില്ല എന്ന് ഉറപ്പിച്ച് തിരിച്ചറിഞ്ഞുകൊള്ളുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യത്തെ ദുഷ്ടതയ്ക്ക് മറയാക്കാതെ നിത്യതയ്ക്ക് പോകുവാൻ വേണ്ടി ഗുണകരമായ നിലയിൽ ഉപയോഗിക്കാം, നിത്യതയ്ക്കൊരുങ്ങാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.